ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഒരു കുട്ടനാട്ടുകാരൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം കുറേ പേര് നമ്മളോട് ചോദിക്കുകയുണ്ടായി, അതായത് വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരി ട്രോഫി എടുത്തിട്ട് എന്താ നമ്മുടെ വീഡിയോസ് വരാത്ത, അതായത് ട്രോഫി എടുത്ത് കഴിയാൻ നേരത്ത് നമ്മുടെ വീഡിയോസ് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യേണ്ടേ എന്നൊക്കെ പറയുകയുണ്ടായി. പക്ഷേ ഞാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട് ഇല്ലായിരുന്നു. ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ നേരത്ത് മനസ്സിലാകും സൗണ്ടിൻ്റെ ഒരു വേരിയേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് ഇല്ല. ഞാൻ എൻ്റെ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറേ വീഡിയോകൾ ഇങ്ങനെ എടുത്തിട്ട് ഓൺ വോയിസ് അല്ല മിക്ക വീഡിയോസും, കുറേ ഇങ്ങനെ വീഡിയോസ് എടുത്തിട്ട് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് നമ്മൾ കൊണ്ടുവരാമെന്നുള്ളൊരു സംഭവമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് സൗണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് സൗണ്ട് തീരെയില്ലായിരുന്നു. ഇപ്പോഴാണ് ഒന്ന് ഓർത്തെഴുന്നേറ്റ് വരുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിജയം മാത്രമല്ല, നമ്മുടെ വീരുവിനെ നമ്മൾ കരക്ക് കയറ്റിയിട്ട് ആ വള്ളം, അതായത് നമ്മുടെ വീരുവിന് ഒരുക്കുന്ന കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് പലരും പല രീതിയിലാണ് അതിൻ്റെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബ്ബ് ചെറിയൊരു ക്ലബ്ബ് ആയതുകൊണ്ട് തന്നെയും നമ്മൾ ചെറിയ രീതിയിലാണ് വീഡിയോനെ നമ്മൾ തയ്യാറാക്കി കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ ആ വീഡിയോനെ തയ്യാറാക്കുന്ന വീഡിയോസും, അതേപോലെ തന്നെ വീഡിയോനെ നീരണിയുന്ന വീഡിയോസും, നമ്മൾ നെയർ ട്രോഫിയിലേക്ക് പോകുന്ന വീഡിയോസും, വിജയാഘോഷങ്ങളും അതിൻ്റെ സ്വീകരണങ്ങളും എല്ലാം കൂടി ഉള്ള ഒരു ചെറിയൊരു വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ. വണ്ടി വന്ന കാരണം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് അങ്ങോട്ട് പോയ കാരണം അവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ചെയ്യേണ്ട വന്ന കാരണം ചെറിയൊരു ഡ്രോപ്പ് ഉണ്ടായി. അപ്പം ഇന്ന് തിരുവോണമാണ്, ഏവർക്കും തിരുവോണ ദിന ആശംസകൾ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും എന്നെ കമൻറ്റ്സ്, അതായത് നമ്മൾക്ക് കുറച്ച് പോരായ്മകളുണ്ടെന്ന് കുറച്ച് പേര് പറയുകയുണ്ടായി. അപ്പോൾ നമ്മളത് വേണ്ട രീതിയിൽ അടുത്ത വീഡിയോസിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക. അങ്ങനെ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എനിക്ക് ഒരു പ്രോത്സാഹനം നൽകുക. അപ്പം ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വള്ളം ഒരുക്കുന്നതിന് വേണ്ടി വീരുവിനെ കരക്ക് കയറ്റി. ആദ്യത്തെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ, വള്ളം നല്ലവണ്ണം ഉണങ്ങി കിട്ടുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ചിരട്ടയും തൊണ്ടൊക്കെ ഇട്ട് വള്ളത്തിൻ്റെ താഴെയായിട്ട് നല്ല രീതിയിൽ ചൂട് കൊള്ളിക്കും. ആ ചൂട് കൊള്ളിച്ചതിന് ശേഷം നല്ലവണ്ണം വള്ളം ഉണങ്ങിയെന്ന് ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ ഹോളിലും പുട്ടിയിടുക എന്നുള്ളൊരു ദൗത്യമാണ്. അങ്ങനെ നമ്മുടെ ചേട്ടന്മാർ വള്ളത്തേലെല്ലാം നല്ല ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ പുട്ടിയൊക്കെ ഇട്ട്, അതായത് ഒരു വിടവ് പോലും ഇല്ലാതെ നല്ല നൈസായിട്ടാണ് ആ ചേട്ടന്മാർ ആ പണിയെടുക്കുന്നത്. പുട്ടിയൊക്കെ ഇട്ടതിന് ശേഷം അടുത്തതായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ കൊടുത്തതാണ്. അതായത് നെയർ ട്രോഫിയിൽ ഇപ്പോൾ എല്ലാം മില്ലി മൈക്രോ സെക്കൻഡ് കളിയല്ലേ. എത്രയും നല്ല രീതിയിൽ പേപ്പർ പിടിച്ച് വള്ളം സ്മൂത്ത് ആക്കുന്നോ അത്രയും സ്പീഡ് കിട്ടും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പേപ്പർ കൊടുത്തതാണ് മെയിൻ. അങ്ങനെ പുട്ടിയിടിച്ചിലും പേപ്പർ കൊടുത്തും എല്ലാം കഴിഞ്ഞ് അടുത്ത ഘട്ടത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളത്തിൽ ഒരു ചെറിയ പൊടി പോലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ചേട്ടൻ പൊടിയെല്ലാം അടിച്ചു കളയുന്ന ഒരു രംഗമാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മുടെ സജിയോണനും രണ്ട് മധുച്ചേട്ടന്മാരും കൂടി ഇടിപ്പലക തയ്യാറാക്കുന്ന കാഴ്ചയാണിത്. ചുണ്ടൻവള്ളത്തിൽ ഇടിപ്പലക വലിയൊരു പ്രാധാന്യമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ സ്വന്തം സുജിൻ ചേട്ടൻ നമ്മുടെ വീരുവിൻ്റെ അവസാന ഘട്ട മിനുക്കുപണിയിലാണ്. അങ്ങനെ നാളെ രാവിലെ നമ്മൾ വള്ളം നീറ്റിറക്കും. നെഹ്റു ട്രോഫിയിൽ ഒരു പുതിയ നിയമം വന്നായിരുന്നു. വള്ളത്തിൻ്റെ കളർ ഒന്നെങ്കിൽ തടി കളറായിരിക്കണം, അല്ലെങ്കിൽ കറുപ്പ് നിറമായിരിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തടിക്കളർ പോളിഷ് ചെയ്യാൻ നേരത്ത് ആ പൊട്ടിയിട്ട ഭാഗങ്ങളൊക്കെ ചെറിയൊരു ചെറുതായിട്ട് എടുത്ത് വയ്ക്കുന്നതുകൊണ്ട് അവിടെ ചെറിയ രീതിയിൽ ഒരു ബ്ലാക്ക് കളറൊക്കെ വെച്ചിട്ട് നമ്മുടെ ചേട്ടന്മാർ ചെറിയൊരു ഡിസൈൻ കണക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷേ സംഭവം വീരു ഒരുങ്ങി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും അവനെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ മനസ്സിലാകും.
അങ്ങനെ 29-ാം തീയതി രാത്രിയിൽ ബോച്ച നമ്മുടെ ക്യാമ്പിൽ വരികയുണ്ടായി. ബോച്ച നമുക്കൊരു ചെറിയൊരു സ്പോൺസറാണ് കേട്ടോ, നമ്മുടെ വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ. അപ്പം നമ്മുടെ തൊഴിച്ചിൽ പിള്ളേരെയും ക്യാമ്പെല്ലാം കാണാൻ വേണ്ടിയാണ് അദ്ദേഹം വന്നത്. പക്ഷേ കുറ്റം പറയരുതല്ലോ, ഈ ബോച്ചയ്ക്ക് ഇത്രയധികം ഫാൻ ഉണ്ടാകാനുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു ക്യാരക്ടറാണ്. അത് എല്ലാവരോടും സ്നേഹം മാത്രം. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ബോച്ച വേറെ ലെവലാണ്. ബോച്ച നമ്മളെ നിർബന്ധിച്ച് നേരെ നമ്മുടെ അടുത്തൊരു പുതിയൊരു ചായക്കട തുടങ്ങിയിട്ടുണ്ട് കൈനേരി ജംഗ്ഷൻ്റെ അവിടെ. നമ്മളെയും വിളിച്ചോണ്ട് നേരെ ബോച്ച അവിടെ പോവുകയും നമുക്കെല്ലാം ഫുഡും കാര്യങ്ങളെല്ലാം മേടിച്ച് തരികയും അങ്ങനെ അവിടെ വരുന്നവരോടെല്ലാവരും ഇവിടെ നല്ല കമ്പനിയായിട്ട് അതൊരു സെലിബ്രേറ്റ് എന്നില്ലാതെ നമ്മളിൽ ഒരാളായിട്ട് നിന്നായിരുന്നു ബോച്ച അന്ന് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് ചെയ്ത്. അത് ബോച്ചയെ കൊണ്ട് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തായാലും ബോച്ചയ്ക്ക് ഇനിയും കുറേയധികം ഫാൻസുകൾ ഉണ്ടാകട്ടെ. വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയുടെ കൂടെ തന്നെ ഇനിയും ഉണ്ടാകട്ടെ എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. അങ്ങനെ ഓഗസ്റ്റ് 30-ാം തീയതി രാവിലെ 7:45-നും 8:45-നും ഇടയ്ക്ക് നമ്മുടെ വീരു യുദ്ധത്തിനായി പുറപ്പെടാനുള്ള സമയമായി. രണ്ടായിരത്തി 2018 പ്രളയത്തെ അതിജീവിച്ചവനാണ് വീവൂരൻ ചുണ്ടൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആള് നെഹ്റു ട്രോഫിയിൽ എന്നൊക്കെ യുദ്ധത്തിന് പുറപ്പെടുന്നു ഈശ്വരൻ്റെ കയ്യൊപ്പ് എന്ന പോലെ ചെറിയൊരു മഴ പൊടിക്കാറുണ്ട്. എന്നും നീരണിയുന്ന സമയത്ത് എവിടുന്നോ പെട്ടെന്നൊരു മഴ പെയ്ത പോലെ ഫീൽ ചെയ്യുന്നു. ഈശ്വരൻ നമ്മോടൊപ്പം ഉണ്ടെന്നുള്ള ഒരു തെളിവ്. അതായിരുന്നു ആ മഴയിൽ എനിക്ക് തോന്നിയ ഫീൽ. എത്രയൊക്കെ കഠിനപരമായ പരിശീലനം ഉണ്ടായിക്കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് നമ്മുടെ കൂടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈശ്വരൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനുഗ്രഹം കൂടെ ഉണ്ടായാലേ അതിന് സാധ്യമാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ വീരുവിൻ്റെ പടയാളികളും ചേർന്ന് ഇളങ്കാവ് അമ്മയുടെ നടയിലും ഗോവിന്ദപ്പള്ളിയിലും പനക്കിലച്ഛൻ്റെ അനുഗ്രഹം തേടി.
അങ്ങനെ നമ്മളും മത്സരത്തിനായി പുറപ്പെട്ടു. 2025 നെഹ്റു ട്രോഫി, അതിലെ ഹീറ്റ്സ് മത്സരങ്ങളും പറയാതിരിക്കാൻ പറ്റുന്നില്ല. എല്ലാ വള്ളങ്ങളും ഒന്നിനൊന്നിന് ബെറ്ററായിട്ടാണ് കളിച്ചത്. ഏറ്റവും കുറഞ്ഞ ടൈമിൽ ഫിനിഷ് ചെയ്ത വള്ളമാണ് നടുഭാഗം ചുണ്ടൻ. അതിൽ തുഴയെറിഞ്ഞത് പുന്നമട ബോട്ട് ക്ലബ്ബ് ആണ്.
അതേപോലെ തന്നെ നിരടൻ ചുണ്ടനായിക്കോട്ടെ, പള്ളാത്തുരുത്തിയുടെ മേൽപ്പാടൻ ചുണ്ടനായിക്കോട്ടെ, യുണൈറ്റഡ് ബോട്ട് ക്ലബ് കൈനേരിയുടെ തലവടി ചുണ്ടനായിക്കോട്ടെ, കാരിച്ചാൽ ചുണ്ടനായിക്കോട്ടെ, പായിപ്പാട് ചുണ്ടനായിക്കോട്ടെ, അങ്ങനെ എണ്ണം പറഞ്ഞ ചുണ്ടനാടുകളെല്ലാം ഫൈനൽ കളിക്കാൻ വേണ്ടി മാത്രം വന്നവയാണ്. നമുക്ക് 6ാമത്തെ ഹീറ്റ്സ് ആയതുകൊണ്ട് തന്നെയും ഏകദേശം എല്ലാ വള്ളങ്ങളുടെയും ടൈം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. പക്ഷേ ഇത്രയും കുറഞ്ഞ ടൈമിലാണ് ഇത്രയും വള്ളങ്ങൾ ഫിനിഷ് ചെയ്തെന്ന് അറിഞ്ഞപ്പം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ 3 വള്ളത്തെക്കാളും, അതായത് മത്സരിച്ച 3 വള്ളത്തിനേക്കാൾ അവരുടെ ടൈമിനേക്കാളും കുറച്ച് ടൈം എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഫൈനലിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. നമ്മുടെ സ്വന്തം ചാക്കോ സാറും, അതേപോലെ നമ്മുടെ സ്വന്തം ലീഡിങ് ക്യാപ്റ്റൻ ബൈച്ചേട്ടനും, അതേപോലെ നമ്മുടെ മാത്രം അഹങ്കാരമായ വീവരൻ ചുണ്ടൻ വീരു കൂടെ ഉള്ളപ്പോൾ ഫൈനലിൽ കളിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഫൈനലിലേക്ക് വരുന്നത് എത്രാമത്തെ പൊസിഷൻ, അതായത് ടൈമിങ്ങിൽ എത്രാമത്തെ പൊസിഷനിലായിരിക്കും എന്നുള്ളതിൽ ചെറിയൊരു കൺഫ്യൂഷൻ മാത്രമേ ഉള്ളായിരുന്നു. ഈ പ്രാവശ്യത്തെ നെഹ്റു ട്രോഫിയിൽ ഒരു വൈറലായ ഒരു വള്ളം ഉണ്ടായിരുന്നു. അത് 1ാം തുഴക്കാരി ഡാൻസ് കളിച്ചുകൊണ്ട് പോകുന്ന, ഫൈനലിൽ വിജയത്തിലേക്ക് കുതിക്കുമ്പോൾ ഡാൻസ് കളിക്കുന്ന ഒരു വീഡിയോ. ആ വള്ളമാണ് ഈ വള്ളം, അതായത് കുട്ടനാട്ടിലെ ഝാൻസി റാണിമാർ. ശരിക്കും പറഞ്ഞാൽ വള്ളംകളിയുടെ കൂടെയും വള്ളത്തിൻ്റെ കൂടെയാണെങ്കിലും നമ്മളും വള്ളംകളി കാണുന്നത് അല്ലെങ്കിൽ നെഹ്റു ട്രോഫി കാണുന്നത് മൊബൈൽ തന്നെയായിരിക്കും. നമ്മുടെ വള്ളത്തിൻ്റെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത് നമ്മുടെ തുഴച്ചിൽക്കാരും പങ്കായക്കാരും താളക്കാരും ഒക്കെയാണ്. അപ്പോൾ അവർക്ക് സേഫായിട്ടുള്ള ഒരു സ്ഥലം, അല്ലെങ്കിൽ അവർക്കൊന്ന് വിശ്രമിക്കാൻ പറ്റിയൊരു സ്ഥലം, അവർക്ക് ഫുഡ് ആരുടെ ശല്യം കൂടാതെ കഴിക്കാൻ പറ്റുന്നൊരു സ്ഥലം, അങ്ങനെ ഒരു സ്ഥലം നമ്മൾ മുൻകൂട്ടി തീരുമാനിച്ച് അവിടെ ആയിരിക്കും നമ്മുടെ വള്ളവും കാര്യങ്ങളും എല്ലാം കൊണ്ടിടുന്നത്. ഇടയ്ക്ക് സ്പീഡ് ബോട്ട് എടുത്തുകൊണ്ട് ട്രാക്കിലേക്ക് ഒന്ന് കറങ്ങി തിരിഞ്ഞ് വരുന്നതല്ലാതെ നമുക്ക് കളിയുടെ സമയത്തേക്ക് സ്പീഡ് ബോട്ടും ഒന്നും തന്നെ, ഒരു മോട്ടോർ ബോട്ടോ വാഹനങ്ങളോ ഒന്നും തന്നെ ട്രാക്കിലേക്ക് അനുവദിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കി നമ്മളെവിടെയെങ്കിലും വലിയൊരു ബോട്ടായിരുന്നു നമ്മൾ എടുത്തിരുന്നത്. ആ ബോട്ടിൽ നമ്മുടെ പിള്ളേരുടെ കാര്യം നോക്കി നമ്മളവിടെ അങ്ങ് സമയം ചെലവഴിക്കും. അങ്ങനെ 2025 നെഹ്റു ട്രോഫി വില്ലേജ് ബോട്ട് ക്ലബ് കൈനേരിയും വീപുരം ചുണ്ടനും തൂക്കി. ഞങ്ങൾക്ക് തിരിച്ച് ആനരിച്ചുണ്ടനും കൂടെ കൈനയിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് വീരൻ്റെ കൂടെ
വരാൻ വേണ്ടി സാധിച്ചില്ല. കുറച്ച് ലേറ്റായിട്ടാണ് ഞങ്ങൾ കൈനേരിയിലേക്ക് എത്തുന്നത്. പക്ഷേ പുന്നമടയിൽ വെച്ച് തന്നെ ഞങ്ങൾ കാണുകയുണ്ടായി കൈനേരി കത്തുന്നത്. ഞങ്ങൾ കൈനേരിയിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചകളാണിത്. അപ്പോൾ വീര് വന്നടുത്തപ്പോഴും നമ്മുടെ യോദ്ധാക്കൾ വന്നടുത്തപ്പോഴും കൈനേരിയിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. കുറേ വീഡിയോസ് ഉണ്ട്. ആ വീഡിയോസൊക്കെ കാണാൻ നേരത്ത് മനസ്സിനകത്ത് ഭയങ്കര ഒരു കുളിർമയാണ്. ഏകദേശം 11 കൊല്ലത്തിന് ശേഷം കൈനേരിയിലേക്ക് ആ വെള്ളിക്കപ്പ് വന്നതിൻ്റെ ആ ഒരു സന്തോഷം നാട്ടുകാർക്ക്. ഇത്രയും സപ്പോർട്ട് തരുന്ന കൈനേരിക്കാർ, വള്ളംകളിയുടെ മക്കയായ കൈനേരി, സന്തോഷം മാത്രം. ഇവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളുടെ സന്തോഷവും ആവേശവും അവരുടെ സപ്പോർട്ടും കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിക്കാൻ വേണ്ടി സാധിച്ചു. ഈ 3 അക്ഷരത്തിലൊന്നും ഒരു കാര്യവുമില്ല. ആ 3 അക്ഷരത്തിൻ്റെ വാൽകഷ്ണമായി കിടക്കുന്ന കൈനകരി എന്നുള്ള ഒരു ബ്രാൻഡഡ് നെയിമാണ് ഈ ജനങ്ങളെ ഇത്രയും സന്തോഷിപ്പിക്കാനുള്ള കാരണം. കളിയിടന്ന് ചാക്കോസാർ കുറച്ച് നേരത്തെ പോയതിനാൽ ചാക്കോസാറിനെ ശരിക്കൊന്നും കാണാൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ വിടുമോ? പാതിരാത്രി ഒരു 2 മണിയായപ്പം ചാക്കോസാറിനെ പോയി കുത്തി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. ചാക്കോസാറിൻ്റെ വീട്ടിൽ നിന്ന് മടങ്ങും വഴി നമുക്ക് ക്യാമ്പിലേക്ക് ഫുഡ് വെച്ചുണ്ടാക്കി തന്ന മോനിച്ചാറിൻ്റെ കടയിൽ വന്ന് കയറി. നെഹ്റു ട്രോഫി എടുത്തതിന് ശേഷം ഞങ്ങൾ ഇന്ന് വൈകുന്നേരം നേരിട്ടെത്തി നമ്മുടെ മോനിച്ചൻ്റെ നമ്മുടെ ക്യാമ്പിലേക്ക് ഈ 30-36 ദിവസം ഫുഡ് എല്ലാ പ്ലേയേഴ്സിനും നമ്മുടെ ഡയറ്റിനനുസരിച്ച് നൽകിക്കൊണ്ടിരുന്നത് ഇവരാണ്. അവരോടാണ് നമ്മുടെ ഒരു വിജയത്തിൻ്റെ പിന്നിലുള്ള പ്രവർത്തിച്ചത്. മോനിച്ചണ്ണ, രജിസ്റ്റേട്ടാ, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ജീവനം നമ്മുടെ ബോട്ട് ക്ലബ്ബിന് ഫുഡ് തരാൻ പറ്റിയത് ഞങ്ങളുടെ വലിയ ഭാഗ്യം. ഈ ട്രോഫിയും കൂടെ വന്ന ഏറ്റവും വലിയ സന്തോഷമാണ്. നിങ്ങളെക്കാട്ട് ഉപരി ശരിക്കും ഇത് കറക്റ്റാക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ കൊണ്ടുവന്ന് വളരെയധികം ഭാഗ്യമായിട്ട് കണക്കാക്കുന്നത്. എല്ലാ ഗ്രൂപ്പിൻ്റെ എല്ലാവിധ ആശംസകളും. മോനിച്ചണ്ണ, നമ്മുടെ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രതീക്ഷിച്ചൊരു ട്രോഫിയാണ്. അപ്പം ആദ്യമേ കളി മാറ്റിയില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത് കഴിഞ്ഞോണ ഇരിക്കുന്ന ട്രോഫിയാണ്. ഇത്തവണ അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റിയത് അത് ഞങ്ങൾ അവിടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇതൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാൽ അതെല്ലാം സാധിച്ചു. എല്ലാ കാര്യവും നല്ല രീതിയിൽ എല്ലാം പോയി. നമ്മൾ ഫുഡ് ഇങ്ങനെ ചെയ്തിട്ട് അതൊരു ട്രോഫി എടുക്കാൻ പറ്റിയത് ഞങ്ങൾക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നു. വളരെയധികം സന്തോഷം. ഓക്കെ, താങ്ക് യു. ലീഡിംഗ് ക്യാപ്റ്റൻ ബൈജു കുട്ടനാടിനെ ഷാഹായത്തിൻ്റെ പ്രസിഡന്റ് PS മേനോൻ അവർ ഈ നടയിൽ വെച്ച്, അമ്മയുടെ നടയിൽ വെച്ച് ആദരിക്കുകയാണ്. സജു സെബാസ്റ്റ്യൻ ഇത് ക്ലബിന്റെ പ്രസിഡന്റാണ്. ക്ലബ് എല്ലാത്തിന്റെയും ഏറ്റവും മുൻപന്തിരിക്കുന്ന ആള്. പക്ഷേ അദ്ദേഹം ക്ലബിന്റെ സെക്രട്ടറിയും പ്രസിഡന്റുമായിട്ടും തൊഴിൽക്കാരുമായിട്ട് എല്ലാ റോളും അഭിനയിച്ചുകൊണ്ട് കൈനകരിയിൽ പ്രതികാരം തീർത്തുകൊണ്ട് ഈ കപ്പ് എത്തിച്ച സജു സെബാസ്റ്റ്യനെ വളരെ ആദരവോടെ ദേവിയുടെ തിരുവനന്തപുരം വെച്ച് ശാഖത്തിന്റെ വൈസ് പ്രസിഡന്റ് വിശ്വകുമാർ ആദരിക്കുകയാണ്. ഇവിടെ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ഇളങ്കാവിൽ അമ്മയുടെ തിരുനടയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് പോയത്. അപ്പം ഇവിടുത്തെ തിരുമേനി ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു, ഞങ്ങൾ അഭിഷേകം ചെയ്തു. അതിനുള്ള നന്ദി ഞങ്ങൾക്കുണ്ട്. അന്നേരം ഞങ്ങൾ വള്ളത്തെ കയറിയിട്ട് ഞങ്ങളൊരു പ്രതിജ്ഞ എടുത്തു. ഉറക്കെയാണത്, മനസ്സിലൊന്നുമല്ല. ഉറക്കെ പറഞ്ഞു, ഇളങ്കാവിൽ അമ്മയുടെ തിരുനടയിൽ 71ാമത് നെഹ്റു ട്രോഫി ഞങ്ങൾ എത്തിച്ചിരിക്കുമെന്ന് പറഞ്ഞു. ആ പ്രതിജ്ഞ നിറവേറ്റാൻ ഇളങ്കാവിൽ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു, ഗുരുദേവൻ ഞങ്ങളെ അനുഗ്രഹിച്ചു. ആ 2 നടയിലും ഞങ്ങൾ നെഹ്റു ട്രോഫി സമർപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരോടും ഞങ്ങളെ അനുഗ്രഹിച്ച എല്ലാ ദൈവങ്ങളോടുമുള്ള നന്ദി രേഖപ്പെടുത്തുന്നു.
ഇവിടേക്ക് ചേട്ടാ ഇവിടെ കയറിക്ക്. ട്രോഫിയുമായിട്ട് കൈനേരിൽ മൊത്തവും കറങ്ങി ഏകദേശം 1:30-2 മണിയായി കാണും. അപ്പോഴും ആവേശത്തിനൊട്ടും തണുപ്പില്ലാതെ നിൽക്കുന്ന ഒരു അന്തരീക്ഷം. അപ്പോൾ എന്നും വേണ്ടി ആഗ്രഹിച്ച് കാണും കൈനുള്ള ജനങ്ങൾ ആ വെള്ളിക്കപ്പ് 2024 എവിടെയോ കിടക്കുന്ന മില്ലി മൈക്രോ സെക്കൻഡിൻ്റെ പേര് പറഞ്ഞ് വീരുവിൻ്റെയും വില്ലേജിൻ്റെയും ട്രോഫി തട്ടിപ്പറിച്ചവർക്ക് 2025 ഒരു തെറ്റുപോലും പറയത്തക്ക വിധത്തിൽ ഏകദേശം തുഴപ്പാടുകൾക്ക് തന്നെ വ്യക്തമായി ജയിച്ചുകൊണ്ട് തന്നെ 2025 വെള്ളിക്കപ്പ് വില്ലേജും വീരും പൊക്കിയിട്ടുണ്ട്. അപ്പം അടുത്ത വീഡിയോയിൽ കാണും വരേക്കും നന്ദി, നമസ്കാരം. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. ഓക്കെ, ബൈ.